ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടി വരുന്നു. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരു മുറിയിൽ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സും പോലീസും എല്ലാം കൂടെ ഓടി വന്നു, തീ കെടുത്തി. പക്ഷേ ആ മുറിയിൽ നിറയെ നോട്ടുകെട്ടുകൾ അട്ടിയടുക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. അതിൽ കുറേ അധികം കത്തിപ്പോയി. അദ്ദേഹം യശ്വന്ത് വർമ്മയും ഭാര്യയും ഭോപ്പാലിൽ എവിടെയോ ആയിരുന്നു. അദ്ദേഹത്തെ വന്നു, അദ്ദേഹം കൈമലത്തി. തൻ്റേതല്ല അത്, ആ മുറി തൻ്റേതല്ല, ആ നോട്ടുകളും തൻ്റേതല്ല. പക്ഷേ അദ്ദേഹം വന്നപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. അതിനു മുമ്പ് ഈ നോട്ടുകെട്ടുകൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അത് പോലീസും ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ ആയിരിക്കാം അത് മാറ്റിയിരിക്കുന്നത്. ഏതായാലും കുറേ അധികം നോട്ടുകൾ കത്തിപ്പോയി. അന്നത്തെ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉടൻ തന്നെ അദ്ദേഹത്തിനെ വിവരം അറിയിച്ചത് ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ്. തലേദിവസം രാത്രി കത്തിയ വിവരങ്ങളും ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പിറ്റേ ദിവസം 4:30 ശേഷമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടപടി അങ്ങെടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫുണ്ട്, അവരുടെ എല്ലാം മൊബൈൽ ഫോണുകളെല്ലാം ബാൻ ചെയ്തു, അതിൻ്റെ അകത്തുള്ള കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ആ ഫയർഫോഴ്സിൽ നിന്ന് അവിടെ വന്നവരുടെ എല്ലാം മൊബൈൽ ഫോണ് അത് മുഴുവൻ കസ്റ്റഡിയിലാക്കി. ആ മൊബൈൽ ഫോണിൻ്റെ ദൃശ്യങ്ങളും അവരെടുത്ത ഫോട്ടോകളും എല്ലാം പ്രിസർവ് ചെയ്തു. ഏതായാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച ആ ചാറ്റുകളും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകളുമൊക്കെ പെട്ടെന്ന് തന്നെ അവയുടെ എവിഡൻസ് എല്ലാം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഈ അത്യുന്നത പദവിയിൽ ഇരിക്കുന്നവർക്ക് എതിരായിട്ട് ഒരു നടപടി എടുക്കാൻ അത്ര ഈസിയല്ല. അദ്ദേഹത്തിൻ്റെതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞു. എങ്കിലും സാഹചര്യം വെച്ച് നോക്കിയപ്പം അദ്ദേഹം കുറ്റക്കാരനാണ്. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അന്നേരം തന്നെ ഇന്ത്യയിലെ അത്യുന്നത പദവിയിൽ ഉള്ള 3 ജസ്റ്റിസുമാർ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താനായിട്ട് ഉത്തരവിട്ടു. അവർ 3 പേരും നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അത് ചീഫ് ജസ്റ്റിസ് കണ്ടു. അതിനകത്ത് ഇദ്ദേഹം കുറ്റക്കാരനാണെന്നും അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടിനകത്തുണ്ട്. ഇദ്ദേഹം കുറ്റം നിഷേധിച്ചിട്ടുമുണ്ട്. എന്തായാലും വിവരം അറിഞ്ഞപ്പം തന്നെ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം എവിടുന്ന് വന്നോ, ലാഹോർ ഹൈക്കോടതിയിൽ നിന്നാണ് വന്നത്, അങ്ങോട്ടേക്ക് മാറ്റി. ലാഹോർ ഹൈക്കോടതിയിലുള്ള അവിടുത്തെ അഡ്വക്കേറ്റ്സുകളും മറ്റവരും ഇദ്ദേഹത്തിനെ അങ്ങോട്ട് മാറ്റിയതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. അവിടെ ചാർജ് എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ എങ്ങും ചാർജ് ഇല്ലാതെ ഉള്ള ഒരു ജസ്റ്റിസാണ്. അത്യുന്നത പദവിയിൽ ഇരിക്കുന്നവർക്കെതിരായിട്ട് മറ്റ് നടപടിക്രമം പോലെ നമുക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇമ്മീഡിയറ്റ് ആയിട്ട് ഹരിയാനയിലെയും പഞ്ചാബിലെയും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ കർണാടക ഹൈക്കോടതിയിലെ മലയാളിയായ ഒരു ലേഡി ജസ്റ്റിസും കൂടെ ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അന്വേഷണം കൃത്യമായിരുന്നു. ആ അന്വേഷണ സമയത്ത് ആ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ മൊഴി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ടോട്ടലായിട്ട് ഡിനൈ ചെയ്തു. അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞിട്ട് രാജിവെച്ചില്ല. അദ്ദേഹം ഇപ്പോഴും ജസ്റ്റിസായിട്ട് തന്നെ നിൽക്കുകയാണ്. അത്യുന്നത പദവിയിലുള്ളവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭരണഘടനാപരമായ പോസ്റ്റിൽ അവരിയ്ക്കുന്നവരാണ്. അതുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പദവിയിൽ നിന്ന് അവരെ പുറത്താക്കാൻ കഴിയുള്ളൂ. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും സുപ്രീം കോടതി ജഡ്ജസ്, അതുപോലെ കേരള ഹൈക്കോടതി ജഡ്ജസ്, ഇവരൊക്കെ ഭരണഘടനാപരമായ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അവർക്കെതിരായിട്ട് സാധാരണക്കാർക്കെതിരായി എടുക്കുന്ന പോലെ ഒരു നടപടി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ ആ ഭരണഘടനാപരമായ പൊസിഷനിൽ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിൽ മാത്രമേ അവർക്കെതിരായിട്ട് ക്രിമിനൽ നടപടിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ ജഡ്ജിൻ്റെ വസതിയിൽ ഇത്ര നോട്ടുകളുണ്ടായിരുന്നു, കുറേ അധികം കത്തിപ്പോയി. ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് നനഞ്ഞ കൂമ്പാരങ്ങൾ അവിടെ കണ്ടു. എന്നിട്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഭരണഘടനാപരമായ പൊസിഷനിൽ ഇതുപോലെ കീ പൊസിഷനിൽ ഇരിക്കുന്നവർക്കെതിരായിട്ട് ഒരു കേസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ അവരെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയ ശേഷമേ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ളൂ. ഇദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാനും പദവിയിൽ നീക്കാൻ ചെയ്യുന്നതിന് നടപടിക്രമം പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോകസഭയിലും അവതരിപ്പിച്ച് 3/2 ഭൂരിപക്ഷത്തോടെ മാത്രമേ ഇദ്ദേഹത്തിനെ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. അപ്രകാരം നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രാജ്യസഭയിലും അവിടുത്തെ MP മാരും
ലോക്സഭയിലെ എംപിമാരും ഇദ്ദേഹത്തിന് എതിരായിട്ട് വോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പോസ്റ്റിൽ നിന്ന് മാറ്റാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭമായി അവിടുത്തെ പാർലമെൻറ്റ് അഫയേഴ്സ് മന്ത്രി അദ്ദേഹം റിജിജു, അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കണ്ടു, രാജ്യസഭ ചെയർമാനെയും കണ്ടു, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെയും കണ്ടു, അതുപോലെ തന്നെ പാർലമെന്റ് കാര്യമന്ത്രി നദ്ദയെയും കണ്ടു. ഏതായാലും നടപടിക്രമങ്ങളുമായിട്ട് ഈ ഭരണകക്ഷി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇംപീച്ച്മെൻറ്റ് നടപടി വേണം എന്ന് ഇന്ത്യൻ പ്രസിഡന്റിനും അതുപോലെ രാജ്യസഭയിലെ അധ്യക്ഷനും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും അതുപോലെ പാർലമെൻറ്റിലെ ഇരു സഭകളിലെ പാർലമെൻറ്റ് നേതാക്കന്മാർക്കും അതിനൊക്കെ ലെറ്റേഴ്സ് പോയി കഴിഞ്ഞ് അവരെ പാർലമെൻറ്റ് കാര്യമന്ത്രി വ്യക്തിപരമായിട്ട് ആ ലീഡേഴ്സിനെ കാണുന്നു, നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പം വരുന്നത്. അതുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് നഗ്നനേത്രം കൊണ്ട് എല്ലാവരും ആ നോട്ടുകെട്ടുകൾ കണ്ടു. അത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായതാണ്. അട്ടിക്കണക്കിന് നോട്ട് വച്ചിരിക്കുന്നതും അത് കത്തുന്നതും അത് വെള്ളമൊഴിച്ച് നനഞ്ഞു കിടക്കുന്നതും, അങ്ങനെ നനഞ്ഞു കിടന്ന അത് ഒഴുകിപ്പോയ സ്ഥലത്ത് കുറേ നോട്ടിൻ്റെ 5-6 കഷ്ണങ്ങൾ റോഡിൽ പോയി, വെള്ളം ഒഴുകിപ്പോയപ്പോൾ റോഡിലേക്ക് പോയി. അവിടെ തൂത്തുവാരുന്ന ആൾക്കാർ, അവിടുത്തെ കോർപ്പറേഷൻ ജീവനക്കാർക്ക് കുറേ നോട്ടിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയതും അത് പത്രക്കാർ വെളിയിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. വളരെയധികം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ആണോ ഈ പണം വാങ്ങിച്ചത് എന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ് ഇത് വന്നത്, അദ്ദേഹം അത് ടോട്ടലായിട്ട് ഡിനേ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇനി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ സത്യസ്ഥിതി കണ്ടെത്താൻ കഴിയുള്ളൂ. അദ്ദേഹം ടോട്ടലായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. തനിക്ക് ആ മുറിയായിട്ട് ബന്ധവുമില്ല, തൻ്റെ പൈസയുമില്ല, അത് തനിക്ക് അറിയില്ല. താൻ വന്ന് നോക്കിയപ്പോൾ അവിടെ ആ മുറിയിലൊന്നും ഒരു പൈസയും കണ്ടിട്ടില്ല, കത്തിയതും കണ്ടില്ല, അത് കത്താത്തതും കണ്ടില്ല എന്നൊക്കെ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവർ അത് ഈ 3 ജഡ്ജിൻ്റെയും അന്വേഷണ റിപ്പോർട്ട് 3 പേരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് കൃത്യമായി എതിരാണ്. അത് ഇദ്ദേഹത്തിന് എതിരായിട്ട് എവിഡൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്.